കാണാതായ കുട്ടികൾ. വർഷം 1945. അമേരിക്കയിലെ ഫാക്ട്രിൽ എന്ന പട്ടണം. അവിടെ ഒരു വീട്ടിലാണ് ജെന്നി സെഡ്രുമ ഭർത്താവ് ജോർജ് സെഡ്രുമ താമസിച്ചിരുന്നത്. അവർക്ക് 10 മക്കളായിരുന്നു. അതിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു രാത്രി ജെന്നിക്ക് ഫോൺ വന്നു. ആരോ തെറ്റി വിളിച്ചതായിരുന്നു അത്. തിരികെ മുറിയിലെത്തി കിടന്ന ജെന്നി വീടിന് മുകളിലേക്ക് എന്തോ ഒന്ന് വീഴുന്ന ശബ്ദം കേട്ടു. വൈകാതെ പുകമണം ശ്വസിച്ചു ജെന്നി ഉണർന്നു. അതാ ജോർജ് സോഡറുടെ മുറിയിൽ നിന്നാണ് പുക വരുന്നത്. വീടിന് തീ പിടിച്ചിരിക്കുന്നു. എന്നാൽ തീ പിടിച്ച വീട്ടിൽ നിന്നും ജെന്നിയും ജോർജും 4 മക്കളും മാത്രമേ പുറത്തെത്തിയുള്ളൂ. മുകളിലേക്കുള്ള കോണിപ്പടി തകർന്നതിനാൽ മറ്റു കുട്ടികളുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. 5 കുട്ടികളെ കാണാനില്ല. കത്തിക്കരിഞ്ഞ വീട്ടിൽ നിന്നും അവർ അപ്രതീക്ഷിതരായിരിക്കുന്നു. തിരച്ചിലിൽ ചില അസ്ഥികൂടങ്ങൾ കിട്ടിയെങ്കിലും അവ കുട്ടികളുടെ ഒന്നുമല്ല എന്ന് തെളിഞ്ഞു. വീടിന് മുകളിലേക്ക് ആരോ ഗ്രനേഡ് എറിഞ്ഞെന്നും കുട്ടികൾ ചില ആളുകളോടൊപ്പം കാറിൽ പോകുന്നത് കണ്ടെന്നും ചിലർ പറഞ്ഞു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം എങ്ങും എത്തിയില്ല. ഇറ്റാലിയൻ മാഫിയ തട്ടിക്കൊണ്ടുപോയ കുട്ടികൾ എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്ന് ചിലർ കരുതുന്നു. വീട്ടുകാരുടെ സുരക്ഷ ഓർത്ത് അവർ മടങ്ങി വരാത്തതുമാകാം. തീപിടുത്തത്തിൽ കുട്ടികൾ മരിച്ചെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിനൊന്നും മതിയായ തെളിവുകളില്ല. കുട്ടികൾ ജീവനോടെ ഉണ്ടെന്ന് തന്നെ സോഡർ കുടുംബം വിശ്വസിച്ചു. പക്ഷേ അവരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തകർന്ന വീടിൻ്റെ സ്ഥാനത്ത് കുട്ടികളുടെ സ്മാരകം പണിത് വീട്ടുകാർ അവർക്കായി കാത്തിരിക്കുന്നു.